ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന ആഷിഖ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷവും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്, അതും മീഷോയിൽ നിന്ന്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ കമൻസോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും അല്ലാണ്ട് ചെയ്യുന്നില്ല. അപ്പം നിങ്ങളുടെ കമൻസ് എന്തായാലും രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ മീഷോയിൽ ഭയങ്കരമായിട്ടുള്ള ഓഫർ സെയിൽ നടക്കുകയാണ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പോയിട്ട് ക്രിസ്മസ് ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യുക, ഓർഡർ ചെയ്യുക, മേടിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ കാണുന്ന ഡ്രസ്സാണ്. വൈറ്റ് കളറിൽ റെഡ് ഹാർട്ട് ഷേപ്പിൽ പ്രിന്റിങ്സ് വന്നിട്ടുള്ള ഒരു അടിപൊളി ഷോർട്ട് കുർത്തിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. വെറും 266 രൂപയ്ക്ക് അടിപൊളി ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഔട്ട്ഫിറ്റ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അടിപൊളി ഷോർട്ട് കുർത്തിയാണ് കേട്ടോ. ഇതിന് നെക്ക് വരുന്നത് വി നെക്കാണ്, സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് വരുന്നത്. കംപ്ലീറ്റ് ഇതാ ഈ ഒരു പ്രിന്റിംഗ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഈ ഒരു റെഡ് കളറിലുള്ളത് പെയിന്റിംഗ് അല്ല, പ്രിന്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇളകി പോകാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ അതുപോലെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ്. ഇനി ഇതിന്റെ ഇവിടെ വന്നിട്ട് ഒരു ആലിയ കട്ട് രീതിയിലുള്ള ഒരു കട്ടിംഗ് ആണ് ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുള്ളത്. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡ് ഇതാ അതുപോലെ തന്നെയാണ്, പക്ഷെ ഇതിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻ കട്ടിംഗ് ആണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് ആ ഒരു എ ലൈൻ കട്ടിങ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ സൈസ് ആണ്. XXL, XXL ഒക്കെ സൈസസ് അവൈലബിൾ ആണ്. വെറും 266 രൂപയുള്ളൂ. അടിപൊളി ക്വാളിറ്റിയാണ്, അതേപോലെ തന്നെ അഫോർഡബിളും കൂടിയാണ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ ഒരു കളർ വന്നിട്ട് വൈറ്റിൽ ബ്ലാക്ക് കളറിൽ ഹാർട്ട് ഷേപ്പ് വന്നിട്ട് പ്രിന്റിങ്ങിൽ വന്നിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തി കൂടെ അവൈലബിൾ ആണ്. ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വൈറ്റും റെഡും കോമ്പിനേഷൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ ഡ്രസ്സ് വന്നിട്ട്. ഇനി സെക്കൻഡ് വൺ ഡ്രസ്സ് വന്നിട്ട് ഈ കാണുന്ന ഒരു ടോപ്പാണ്. ഒരു മിഡി ഡ്രസ്സായിട്ട് നമുക്ക് പറയാം. ആ ഒരു ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത്. ഇതും നമ്മുടെ റെഡിൽ വൈറ്റ് പ്രിന്റിങ്സ് വന്നിട്ടുള്ളതാണ്. നല്ലൊരു അടിപൊളി റെഡ് കളറാണ്. അതിൽ വൈറ്റ് കളറിൽ സ്ക്വയർ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഫ്ലോറൽ പ്രിന്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ സൈസ് ആണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ മെറ്റീരിയൽ ആണ്. നെക്ക് വന്നിട്ട് ഈ ഒരു റൗണ്ട് നെക്കാണ്. ഒരു വൈറ്റ് കളറിൽ 2-3 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺസ് ഷോ ബട്ടൺ ആണ്, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് അല്ല. ഇനി ഇതിന്റെ സ്ലീവ് വന്നിട്ട് നമ്മുടെ ഒരു 5 സ്ലീവിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ താഴോട്ട് ഈ ഒരു ചെസ്റ്റിന്റെ ഭാഗത്തായിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഞെറിവുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി താഴോട്ട് ഇവിടെയും ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. ഇവിടെയും ഇതുപോലത്തെ ഒരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം ഫുൾ ലെങ്ത് അല്ല, ഒരു മിഡി മാക്സി ലെങ്ത് പോലെ വരുന്ന ഒരു ടോപ്പാണ്. ഇതിന്റെ ബാക്ക് സൈഡ് വന്നിട്ടും അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ സൈസസും അവൈലബിൾ ആണ്. ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഇത് ആണ് രണ്ടാമത്തെ ഡ്രസ്സ്. ഇനി അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഒരു ഷർട്ടാണ് കേട്ടോ. ഈ ഒരു ഷർട്ട് ഞാൻ മുമ്പ് മേടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം. അടിപൊളി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു റിലാക്സ് ഫിറ്റ് ടൈപ്പ് ഓഫ് ഒരു ഷർട്ടാണ്. ഇത് കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളറാണ്. അതിൽ ഈ ഒരു ഓഫ് വൈറ്റിൽ വന്നിട്ടുള്ള ഒരു ത്രെഡ് വർക്ക്, കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് കോളേർഡ് ആയിട്ടുള്ള നെക്കാണ്. കംപ്ലീറ്റ് ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ്. ഇത് ഞാൻ വാഷ് ചെയ്തതാണ് കേട്ടോ. വാഷ് ചെയ്ത ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫുൾ സ്ലീവ് ആണ്. സ്ലീവിൽ ഇതുപോലത്തെ 2 ബട്ടൺസും ഇതേപോലത്തെ ചെറിയൊരു
ഒരു രണ്ടൊരു പ്ലീറ്റ്സ് പോലെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നിങ്ങളുടെ നോർമൽ സൈസ് ഏതാണോ അത് തന്നെ എടുത്താൽ മതി. കാരണം റിലാക്സ് ഫിറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിലാണ് ഈ ഒരു ഷർട്ട് കിടക്കുന്നത്. ഇനി ഇതിന്റെ പ്രൈസ് വന്നിട്ട് 600 റുപ്പീസ് ആണ് വരുന്നത്. പക്ഷെ ആ ഒരു പ്രൈസിനേക്കാളും വർത്ത് ആയിട്ടും ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിന്റെ സൈസസ് സ്മോളും XXL വരെ സൈസസ് അവൈലബിൾ ആണ്. ഇപ്പൊ ഏതൊക്കെ ഉണ്ടെന്ന് അറിയില്ല, കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ്. അപ്പോൾ ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ട് നോക്കി മേടിച്ചതാണ് ഈ ഒരു ഷർട്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കുക, മേടിച്ചു നോക്കുക. ഇനി നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ കാണുന്ന ഒരു അടിപൊളി ഫ്രോക്കാണ് കേട്ടോ. ഇത് ഒരു ആംഗിൾ ലെങ്ത്തിൽ വരുന്ന ഒരു ഫ്രോക്കാണ്. ഇതിന്റെ കളർ വന്നിട്ട് റെഡ് കളർ ആണ് ഞാൻ ചൂസ് ചെയ്തത്. പക്ഷെ എനിക്ക് വന്നിട്ടുള്ളത് ഒരു മെറൂൺ കൈൻഡ് ഓഫ് കളർ ഷെയ്ഡ് ആണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഈ ക്രിസ്മസിന് നമുക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്ക് വന്നിട്ട് സ്ക്വയർ ടൈപ്പ് നെക്കാണ്. ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വന്നിട്ട് ഈ കാണുന്ന ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കറക്റ്റ് ഫിറ്റ് ആയിട്ട് തന്നെ അടിപൊളി ഷേപ്പിൽ തന്നെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഒരു പഫി സ്ലീവ് ആണ്. ഇതിന്റെ ഇവിടെയും ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. എൻഡ് പോർഷനിലല്ല, ഈ ഒരു സെന്റർ പോർഷനിലാണ്. അപ്പോൾ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് രീതിയിലാണ് ഇത് നിൽക്കുക. ഇതിന്റെ കറക്റ്റ് പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് വിയർ ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. ഇനി ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ്. അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന ഡ്രസ്സസ് എല്ലാം തന്നെ 500 റുപ്പീസിന്റെ താഴെ റേഞ്ചിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങാനും പറ്റും. ഇനി ഇതിന്റെ ഇവിടെ വന്നിട്ട് കുഞ്ഞു ഞെറിവുകൾ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് നല്ല ഫ്ലെയർഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഏറ്റവും എൻഡിങ് പോർഷനിൽ പിന്നെ പ്ലീറ്റ്സ് ഞെറിവുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു എന്താ പറയാ, ഇതിന്റെ മെറ്റീരിയൽ ആണ് എനിക്ക് എടുത്തു പറയേണ്ടത്. ജോർജറ്റ് മെറ്റീരിയൽ ആണെങ്കിലും അത്രയും ഒരു ക്വാളിറ്റിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഡ്രസ്സ് പിടിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. മേലടിക്കുന്ന ഒറ്റ പ്രശ്നവും ഈ ഒരു കാര്യത്തിലില്ല കേട്ടോ. മേലടിക്കുന്ന പ്രശ്നമേ ഈ ഒരു ഡ്രസ്സിലില്ല. ഇനി ഇതിന്റെ ഇവിടെ കണ്ടോ, മെറ്റീരിയലിൽ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു പാറ്റേൺ ആണ്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്ന് അറിയില്ല, എന്നാലും അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇനി സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ലാർജ് സൈസ് ആണ്. നിങ്ങളുടെ സൈസ് ഏതാണോ അതിനേക്കാളും ഒരു സൈസ് അപ്പ് എടുക്കുക. കാരണം ഈ ഒരു ചെസ്റ്റിന്റെ പോർഷനിൽ കംപ്ലീറ്റ് ഇലാസ്റ്റിക് വന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ നോർമൽ സൈസ് എടുത്താൽ കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ലൂസ് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു സൈസ് അപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ ബാക്ക് സൈഡും സെയിം അതേ മോഡലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിന്റെ ഉള്ളിൽ ലൈനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലൈനിങ് ഇല്ല. പക്ഷേ ലൈനിങ് ഇല്ലെങ്കിലും ഇത് സീ ത്രൂ കാര്യങ്ങളൊന്നുമല്ല, കണ്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിന്റെ വേറെ 2-3 കളേഴ്സും കൂടെ അവൈലബിൾ ആണ്. വേണ്ടവര് മേടിച്ച് നോക്കുക. ഒരു യെല്ലോ ഷെയ്ഡും ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, അങ്ങനെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, അങ്ങനെ ലൈറ്റ് ഷെയ്ഡാണ് പിന്നെ വന്നിട്ടുള്ളത്. ഇതൊരെണ്ണം മാത്രമാണ് ഒരു ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഡ്രസ്സ് വന്നിട്ട് ഈ കാണുന്നതാണ്. ഇതും ഒരു മാക്സി ഡ്രസ്സാണ്. ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ്. ഇതും ഞാനിപ്പോൾ കാണിച്ചതും ഒരു ഏകദേശമൊക്കെ ഒരു സെയിം ആയിട്ട് വരുന്ന പോലത്തെ പാറ്റേൺ ആണ് കേട്ടോ. ഓക്കെ, ഇതും നെക്ക് വന്നിട്ട് ഒരു വെറൈറ്റി നെക്കാണ്. ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ഇങ്ങനെ വന്നിട്ട് ഒരു വേറെ ഒരു വെറൈറ്റി കളറിലാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് റെഡും വൈറ്റും കൂടെ ലൈൻസ് വരുന്ന ഒരു അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ. ക്രിസ്മസിന് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഔട്ട്ഫിറ്റും കൂടെയാണ്. ഇതിന്റെ ഷോൾഡറിന്റെ ഇവിടെ കണ്ടോ, ഈ ഒരു സ്ട്രാപ്പ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ് രണ്ട് സൈഡും വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇവിടെയായിട്ട് ചെറിയൊരു ഹോള് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ട്രെൻഡിങ്ങിൽ ഇങ്ങനത്തെ ഡ്രസ്സസ് ആണ് കംപ്ലീറ്റ് വരുന്നത് കേട്ടോ. ഇനി ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഒരു പഫി സ്ലീവ് ആണ്. ഇതിന്റെ ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നല്ല പഫി ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിന്റെ ഇവിടെ വന്നിട്ട് പ്ലെയിൻ ആയിട്ട് ഇങ്ങനത്തെ ലൈൻസ് ആണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ താഴോട്ട് ഇവിടെ ഒരു കട്ടിങ് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലൈൻസ് കണ്ടോ, ഇങ്ങനെ സ്ലീപ്പിംഗ് മോഡലാണ് വന്നിട്ടുള്ളത്. ഈ ലൈൻസ് ഒക്കെ സ്റ്റാൻഡിങ് മോഡലാണ് വന്നിട്ടുള്ളത്. ഇനി ഏറ്റവും താഴെ കണ്ടോ, ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ട് അതും
സ്റ്റാൻഡിങ് മോഡലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫുൾ ലെങ്ത്തിൽ വരുന്നതാണ്. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് കണ്ടോ, ഇത് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഫ്രണ്ട് സൈഡിൽ ഇലാസ്റ്റിക് ഇല്ല, ബാക്ക് സൈഡ് മാത്രമാണ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയാണ്. ഇനി ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് പോപ്കോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നിങ്ങൾ ബോയ്സിന്റെ ഷർട്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഗേൾസിന്റെ ചില ഷർട്ട്സ് ഒക്കെ പോപ്കോൺ മെറ്റീരിയൽ ആണ്. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ്, അടിപൊളിയാണ്. നിഴലടിക്കുന്ന പ്രശ്നമേ ഇല്ല, നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ ലൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നിഴലടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം തന്നെ അഫോർഡബിൾ റേറ്റിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് ദാ ഈ കാണുന്നതാണ്. ഇതും ഒരു മിഡി ഡ്രസ്സ് ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ നെക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വി നെക്കാണ് വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റി സ്റ്റിച്ചിങ് ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. കണ്ടോ, ഇത് കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിന്റിംഗ് ആണ്. റെഡ്, ഒരു കറക്റ്റ് റെഡ് അല്ല, ഒരു പിങ്ക് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡ് ആണ് ഈ ഒരു ഡ്രസ്സിൻ്റെത്. ഇതിൽ വൈറ്റ് കളറിൽ ഫ്ലവർ പ്രിന്റിംഗ് ആണ്, ഫ്ലോറൽ പ്രിന്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു, നിങ്ങൾ ഇതിന്റെ കറക്റ്റ് പിക്ചർ കണ്ടിട്ടുണ്ടാവും, ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഒരു ലൂസ് വിറ്റിൽ വരുന്ന ഒരു സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ഇവിടെ ഈ ചെസ്റ്റ് പോർഷനിലായിട്ട് ചെറിയൊരു പ്ലീറ്റ്സ് കൊടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ടാണ്. ഇതിന്റെ ഏറ്റവും സെന്റർ പോർഷനിൽ എൻഡിങ്ങിൽ ഇതാ ഇങ്ങനൊരു കട്ടിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ബാക്ക് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ അതേപോലെ തന്നെ പ്ലെയിൻ ആയിട്ടാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ മെറ്റീരിയൽ ആണ്, നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ സ്ലീവ് പ്രശ്നമുള്ളവർക്ക് കൈ ഒരു ഇന്നറോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ വിയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ സൈസ് ആണ്, മീഡിയം സൈസും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ നോർമൽ സൈസ് തന്നെ ചൂസ് ചെയ്താൽ മതി. ഇനി ഇതിന്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ കാണുന്നതാണ്. ഇതൊരു ലോങ് ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് 100% കോട്ടൺ മെറ്റീരിയൽ ആണ്. ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. നെക്ക് വന്നിട്ട് വി നെക്കാണ്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. ഇതിൽ കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത്. എംബ്രോയിഡറി വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റെഡ് കളറിലുള്ള റോസ് ഫ്ലവേഴ്സിന്റെ ഒരു എംബ്രോയിഡറി വർക്കാണ് ഇടയ്ക്കിടയ്ക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ളതാണ്. ഇവിടെ ഈ ഒരു ചെസ്റ്റ് ഭാഗത്തായിട്ട്, ഈ ഒരു ചെസ്റ്റ് ഭാഗത്ത് ഷോൾഡറിന്റെ ഇവിടുന്നായിട്ട് രണ്ട് സൈഡിലും കട്ടിങ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഫ്ലെയർഡ് ആയിട്ട് നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഏറ്റവും എൻഡിങ് പോർഷനിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഞെറിവുകൾ ഒരു കട്ടിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എൻഡിങ് പോർഷനിൽ കേട്ടോ. നല്ല ഫ്ലെയർഡ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഡ്രസ്സാണ്. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് സിബ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിബ് ഉള്ളിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സിബാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വിയർ ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ബാക്ക് സൈഡിൽ ഇങ്ങനത്തെ എംബ്രോയിഡറി വർക്കില്ല, കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടാണ്. ഇനി ഇതിന്റെ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാവും, ഇത് നിഴലടിക്കോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇവിടെ ഉള്ളിലായിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വൈറ്റ് ഷെയ്ഡിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. ഇത് കുറച്ചൊരു പ്രൈസ് ഉള്ളതാണ്, പക്ഷെ എങ്കിൽ പോലും അത്രയും വേർത്ത് ആയിട്ടുള്ളതാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ഏത് സമ്മർ സീസണിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കളേഴ്സും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല, ഈ ഒരൊറ്റ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതിന്റെ സൈസ് ഞാൻ മീഡിയം സൈസ് ആണ് എടുത്തുള്ളത്. ഇത് സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ലിങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ആരെങ്കിലും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്തേക്കുക. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരെണ്ണം കൂടെ കാണിക്കാനുണ്ട്. അത് ഡ്രസ്സല്ല, ഒരു ജീനാണ്. നമുക്ക് ഗേൾസിന് മസ്റ്റ് ഹാവ് ആയിട്ട് കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബ്ലാക്ക് കളറിൽ ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു അടിപൊളി ജീനാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ലൂസ് ഫിറ്റിൽ വരുന്ന ജീനാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 600 റുപ്പീസിൻ്റെ റേഞ്ചിൽ വരുന്നതാണ്. പക്ഷെ ആ ഒരു
പ്രൈസിനേക്കാളും ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. മീഷോ തന്നെയാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് കേട്ടോ. കാരണം ഇത്രയും ക്വാളിറ്റി കിട്ടിയതുകൊണ്ട് തന്നെ. ബ്ലാക്കിൽ ഇതാ ഈ കാണുന്ന ഇവിടെ കണ്ടോ ഇങ്ങനത്തെ ഒരു വൈറ്റ് കളറിൽ ലൈൻസ് വരുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ അത് നമ്മുടെ മീഷോയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് മേടിക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ദാ ഈ കാണുന്ന ഷെയ്ഡ് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ടും ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഇവിടെ രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. നല്ല അടിപൊളി ലൂസ് ഫിറ്റിൽ വരുന്നതാണ്. നിങ്ങളുടെ നോർമൽ സൈസിനെ സെലക്ട് ചെയ്യാം. ഞാൻ 32 ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സൈസസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. ഞാൻ ബ്ലാക്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ക്രീം ഷെയ്ഡിലാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പിക്ചർ ഞാൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ലിങ്കും കാര്യങ്ങളും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഔട്ട്ഫിറ്റ് വീഡിയോ ഇത്രയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.